Hello dear children, hope you are all doing well. This video is the continuation of the chapter The Rightful Inheritors of the Earth in Unit 3. ഇന്നത്തെ ക്ലാസ് The Rightful Inheritors of the Earth എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. What did we see in the previous class? Yes, Bashir's wife was complaining about some trespassers. Who were the trespassers? How did they trouble Bashir's family? You're right. Crows and many other birds, squirrels, rats and bats. They were eating up guavas, jackfruits, mangoes, everything they had. ബഷീറും കുടുംബവും കുറേ ജീവികളെ കൊണ്ട് പ്രയാസത്തിലായിരിക്കുകയാണല്ലേ. എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കുക? How will Bashir resolve his wife's complaint? Will he drive these creatures away or kill them? Let us see. Anyway, I had no taste for killing rats or anything else. ഈ ഭൂമിയിൽ നമുക്കുള്ളതുപോലെ അവകാശം എല്ലാ ജീവികൾക്കും ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, എന്തായാലും എന്നെ കൊണ്ട് എലികളെ കൊല്ലാൻ കഴിയില്ല. എലികളെ മാത്രമല്ല ഒരു ജീവിയെയും എനിക്ക് കൊല്ലാൻ കഴിയില്ല. While that was so, however, I had to do something soon about our coconuts. We needed them. They formed a part of our daily food. ഇതൊക്കെ കേട്ട് ബഷീറിൻ്റെ ഭാര്യ പറഞ്ഞു, ഓ ശരി, അങ്ങനെയാണെങ്കിൽ നാളികേരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അതാണല്ലോ. But what could I do? I wondered. നാളികേരം വേണം താനും, എന്നാൽ ജീവികളെ കൊല്ലാനും വയ്യ. പിന്നെ ഞാൻ എന്തു ചെയ്യും? ബഷീർ അങ്ങനെ ആലോചിച്ചിരുന്നു. While I was still wondering, my wife decided to take things into her own hands one day. She went shopping for 2 hours and bought many things. One was a large tin of rat poison. എത്ര ആലോചിച്ചിട്ടും ബഷീറിന് ഒരു തീരുമാനം എടുക്കാനായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ, അവർ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു. എന്താ അവർ ചെയ്തത്? She bought a large tin of rat poison. അവർ ഒരു വലിയ ടിൻ എലിവിഷം വാങ്ങിച്ചു. ഇവയൊക്കെ കൊല്ലുകയായിരുന്നു ഉദ്ദേശം. The poison was mixed with bananas, rice, tapioca and left everywhere in the compound. പഴത്തിലും ചോറിലും മരച്ചീനിയിലും എല്ലാം വിഷം കലർത്തി കോമ്പൗണ്ടിൻ്റെ പല ഭാഗത്തായി വച്ചു. In 4 days, 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസത്തിനകം ഇത്രയും ജീവികൾ അപ്രത്യക്ഷമായി. ഡിസപ്പിയേർഡ് എന്താണ്? എങ്ങോട്ട് പോയി? അവയൊക്കെ ചത്തുപോയി അല്ലേ? പക്ഷേ ഇതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നം തീർന്നില്ല. കരിക്ക് അപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. ബട്ട് ദ ടെൻഡ് കോക്കനട്ട്സ് വെന്റ് ഓൺ ഫോളിങ്. എവ്രിവൺ നൗ അക്യൂസ്ഡ് ഓൺ ദ ഔൾസ്. ദേ പെക്ക് അറ്റ് ദ ടെൻഡ് കോക്കനട്ട്സ്. എലികൾ ചത്തിട്ടും കരിക്ക് കൊഴിഞ്ഞപ്പോൾ എല്ലാവരും മൂങ്ങകളെ കുറ്റപ്പെടുത്തി. അവയാണ് ടെൻഡ് കോക്കനട്ട്സ് എല്ലാം കൊത്തിയിടുന്നത് എന്ന് പറഞ്ഞു. A few months later, however, the real culprits were found out, the bats. എന്തായാലും കുറച്ചു മാസത്തിന് ശേഷം അവർ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി. ആരായിരുന്നു യഥാർത്ഥ കുറ്റവാളികൾ? വവ്വാലുകൾ. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung. Clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. സന്ധ്യയായി കഴിഞ്ഞാൽ വലിയ വവ്വാലുകൾ കൂട്ടമായി തെങ്ങിൻ്റെ മുകളിലേക്ക് പറന്നു വരും. എന്നിട്ടോ തേങ്ങയുടെ മുകളിൽ തൂങ്ങിക്കിടന്ന് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള സോഫ്റ്റ് സൈഡ്സിലൊക്കെ കാർന്നു തിന്നും. ഡിഡ് യു നോട്ടീസ് ദ വേർഡ് നോ? GNAW. ലുക്ക് ഇൻ ദ ഗ്ലോസറി. ടു ബൈറ്റ് സംതിങ് ഹാർഡ് സോ ദാറ്റ് ഇറ്റ് ഗ്രാജുവലി ഡിസപ്പിയേഴ്സ്. എന്തെങ്കിലും ഒരു വസ്തു കടിച്ചു പറിക്കുക, കാർന്നു തിന്നുക. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. What is kernel? Look in the glossary. The inner edible part of a nut, especially once the hard shell has been removed. കരിക്കിൻ്റെ ചിരട്ടയുടെ ഉള്ളിലുള്ള മൃദുലമായ ഭാഗമില്ലേ, കാമ്പ്, അതാണ് കേർണൽ. വവ്വാലുകൾ തേങ്ങ തുരന്ന് അതിനകത്തെ മധുരമുള്ള നറിഷിംഗ് വാട്ടർ, നല്ല പോഷക സമൃദ്ധമായ വെള്ളം, ഇളനീർ, അത് കുടിച്ച് സംതൃപ്തിയോടെ പറന്നകന്നു. Let us buy a gun, said my wife. We can shoot the bats, the foxes and the polecats with it.
നമുക്കൊരു തോക്ക് വാങ്ങാം, എൻ്റെ ഭാര്യ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വവ്വാലുകളെയും കുറുക്കന്മാരെയും പോൾക്യാറ്റ്സിനെയും, എന്താണിത്, വെരുക്, അതിനെയുമെല്ലാം വെടിവെച്ച് കൊല്ലാമല്ലോ. നോട്ട് മീ, ഐ സെഡ്. ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. ബഷീർ ഡിഡിൻ എഗ്രി വിത്ത് ഹിസ് വൈഫ്സ് ഒപ്പീനിയൻ. തോക്കുകൾ കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു എന്നാണ് ബഷീർ പറയുന്നത്. ബട്ട് അലാസ്, എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ വൈഫ്സ് കസിൻ turned up with a grim-looking gun. He said, nearly 3,000 coconuts are destroyed every day. These bats are the pests. But there is no point in shooting bats down at this spot. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ ഭാര്യയുടെ കസിൻ ഒരു തോക്കുമായി വന്നു. അവൻ പറഞ്ഞു, ഏകദേശം 3000-ഓളം തേങ്ങകളാണ് ഓരോ ദിവസവും വവ്വാലുകൾ നശിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വെച്ച് അവയെ വെടിവെക്കാൻ കഴിയില്ല. On a little islet nearby stands an old temple. Next to it grow a pair of banyan trees. You can see at least 3,000 bats hanging on the twigs of the banyan trees. I am going to kill them all. They found a suitable place to shoot the bats. Where was it? Yes, on a little islet. What's an islet? A small island. There is an old temple. Near to the temple, there are 2 banyan trees. On them, there are so many bats hanging. He is going to kill them all. അവിടെ അടുത്തൊരു കുഞ്ഞു ദ്വീപുണ്ട്. അവിടെ ഒരു അമ്പലവും അതിനടുത്ത് 2 ആൽമരങ്ങളും ഉണ്ട്. അവിടെ ധാരാളം വവ്വാലുകൾ കൂട്ടമായി തൂങ്ങിക്കിടക്കും. അതിനെയെല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു. I prayed fervently. Oh bats, bats, save your lives. It was astonishing. It was a miracle. The bats were saved. How did he pray? He prayed fervently, passionately. വളരെ ഭക്തി നിർഭരമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. What did he pray? He prayed, oh my dear bats, save your lives. വവ്വാലുകളെ എങ്ങനെയെങ്കിലും നിങ്ങൾ സ്വയം രക്ഷിക്കൂ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഫലിച്ചു. The bats were saved. അവർ രക്ഷപ്പെട്ടു. It was astonishing. It was surprising. And it was like a miracle. അവർ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണത് സംഭവിച്ചിരിക്കുക? My wife and her cousin came back in 2 hours' time looking really scared. My wife said, we just managed to escape narrowly. ഏകദേശം 2 മണിക്കൂറിനകം തന്നെ എൻ്റെ ഭാര്യയും അവളുടെ കസിനും തിരിച്ചു വന്നു. അവർ വല്ലാതെ പേടിച്ചിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. What would have happened to them? അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുക? There are some houses around the temple. When we arrived at the place, 100 people with weapons surrounded us within minutes. They looked menacing. If we shot at the bats, they said they would kill us. അമ്പലത്തിനടുത്ത് താമസിച്ചിരുന്ന ആളുകൾ ആയുധങ്ങളുമായി അവരെ വളയുകയും വവ്വാലുകളെ വെടിവെച്ചാൽ അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. The people looked like menacing. എന്താണ് menacing എന്ന് വെച്ചാൽ? See the glossary. Seeming likely to cause you harm or danger. നിങ്ങളെ അപകടപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും എന്ന രീതിയിൽ നിൽക്കുക. Do you know why? They believe that bats are the souls of their ancestors. എന്തിനാണ് അവർ വവ്വാലുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്? അവർ വിശ്വസിച്ചിരുന്നത് വവ്വാലുകൾ അവരുടെ പൂർവികരുടെ ആത്മാക്കളാണ് എന്നാണ്. എന്തു തന്നെയായാലും അവർ രക്ഷപ്പെട്ടു, അല്ലേ? I took a decision then. I said firmly, bats are no ancestors of ours, but they are among God's countless creations. ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, വവ്വാലുകൾ നമ്മുടെ പൂർവികരുടെ ആത്മാക്കളൊന്നുമല്ല, പക്ഷേ അവ ദൈവത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടികളിൽ ഒന്നാണ്. Let the coconuts be destroyed. That doesn't matter. നാളികേരങ്ങളൊക്കെ നശിച്ചോട്ടെ, അത് കാര്യമാക്കണ്ട. Let us be satisfied with what is left after they have taken their share. അവ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. They certainly have a right to the coconuts. അവയ്ക്കും ഈ നാളികേരങ്ങളിലൊക്കെ അവകാശമുണ്ട്. All living beings are the rightful inheritors of the earth. He concluded that all living beings have right on this earth as we have. They are the rightful inheritors of the earth. നമുക്കുള്ളതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമുണ്ട്. അവയാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. Here there is a profile of Vaikom Muhammad Bashir given in your textbook. Let us read it.
Vaikam Muhammad Bashir was a Malayalam fiction writer. He was a humanist, freedom fighter, novelist and a short story writer. വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കെല്ലാം വളരെ പരിചിതനായ ഒരു എഴുത്തുകാരനാണല്ലേ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു മലയാള സാഹിത്യകാരനാണ്. കൂടാതെ ഒരു മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യസമര സേനാനിയും ആയിരുന്നു. He was noted for his down-to-earth style of writing that made him equally popular among literary critics as well as the common man. വളരെ ലളിതമായ അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതി സാധാരണ വായനക്കാർക്കിടയിലും സാഹിത്യ വിമർശകർക്കിടയിലും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. This extract is taken from the translation of the story ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയുടെ ട്രാൻസ്ലേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. He was awarded the Padma-Shri in 1982. 1982 അദ്ദേഹത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. He is fondly known as ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നായിരുന്നു. Now let us see what are the questions given here. കഴിഞ്ഞ ക്ലാസ്സിൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയതാണ്. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. Who were destroying the coconuts? ആരായിരുന്നു തേങ്ങകൾ നശിപ്പിച്ചിരുന്നത്? Tell me the answer. Yes, you are right. The bats were destroying the coconuts. The gun is a symbol of cruelty. What does the author say about guns? തോക്ക് ക്രൂരതയുടെ പ്രതീകമാണ് അല്ലേ. തോക്ക് കൊല്ലാനല്ലേ ഉപയോഗിക്കുക. എന്താണ് ഓഥർ തോക്കുകളെ പറ്റി പറയുന്നത്? തോക്കുകൾ കണ്ടുപിടിക്കുകയേ വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. He opines that guns should never have been invented. Where were the bats found in large numbers? എവിടെയാണ് വവ്വാലുകൾ കൂട്ടമായി കാണപ്പെട്ടത്? അവിടെ അടുത്തുള്ള ഒരു ചെറിയ ദ്വീപിലെ അമ്പലത്തിനടുത്തുള്ള ആൽമരങ്ങളിലാണല്ലേ. There was an old temple on an islet nearby. Bats were found in large numbers on a pair of banyan trees grow next to the temple. Why did the people not allow them to kill the bats? എന്തുകൊണ്ടാണ് ആളുകൾ വവ്വാലുകളെ കൊല്ലാൻ അവരെ അനുവദിക്കാതിരുന്നത്? Can you say the answer? Yes, those people believed that bats were the souls of their ancestors, so they did not allow them to kill the bats. Let us revisit the story. First question, they did not seem to care for anyone in the world, not even the government. Who are they referred to? അവർ ആരെയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഗവൺമെന്റിനെ പോലും അവർക്ക് പേടിയില്ല എന്ന് ബഷീർ പറഞ്ഞില്ലേ. അത് ആരെക്കുറിച്ചാണ്? Right. His remark was about the trespassers. Who were they? They referred to are the creatures trespassed in the author's plot. They were butterflies, birds like crows and hawks, animals like mongooses, foxes, rats, and a cobra. God has made them for all the creatures, and we had better remember that occasionally. What message do you get from the given statement? പല ജീവികളും കൂടി നമ്മുടെ വിളകളെല്ലാം നശിപ്പിക്കുകയാണ് എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ബഷീർ പറഞ്ഞ സെൻറ്റൻസ് ആണല്ലേ ഇത്. ദൈവം അതെല്ലാം അവർക്ക് കൂടി വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മളത് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? The author conveys that all creatures have equal right for everything on this earth. ഈ ലോകത്ത് എല്ലാ വസ്തുക്കളുടെ മേലും എല്ലാ ജീവികൾക്കും തുല്യ അവകാശമാണ് എന്നാണ് ഓഥർ പറയുന്നത്. God has created variety of things in this universe for all creatures. ദൈവം പലതരം വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. We humans should live in harmony with all other living beings in this world. നമ്മൾ മനുഷ്യർ മറ്റെല്ലാ ജീവികളുമായും വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം. We can shoot the bats, the foxes and the polecats with the gun. Do you think what the author's wife says is right? If so, justify your answer. നമുക്ക് തോക്കുകൊണ്ട് വവ്വാലുകളെയും കുറുക്കന്മാരെയും വെരുകിനെയും എല്ലാം വെടിവെച്ചു കൊല്ലാം. ബഷീറിൻ്റെ ഭാര്യ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? No, we have no right to kill any creature. ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്ക് മറ്റൊരു ജീവിയെയും കൊല്ലാനുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. This earth is theirs too. ഈ ഭൂമി അവരുടേത് കൂടിയാണ്. We must live in harmony with them. നാം അവയോടൊപ്പം ഐക്യത്തോടെ ജീവിക്കണം. ഇതോടെ ഈ ചാപ്റ്റർ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പാഠത്തിലെ ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഗുഡ് ബൈ.